തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിരന്തരമായി അവിടെ നിന്ന് കേസുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പന്മനക്കാരനായിട്ടുള്ള ഒരാൾ അവിടെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞ് പന്മനയിൽ നിന്ന് വളരെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ പറഞ്ഞു. പക്ഷേ എത്തിച്ച് 5 ദിവസം അദ്ദേഹം അവിടെ കിടന്നിട്ട് അദ്ദേഹത്തിന് ഒരു എക്കോ ടെസ്റ്റോ ഒന്നും കൊടുത്തില്ല. തറയിലാണ് കിടത്തിയിരുന്നത്, തണുപ്പത്താണ് കിടത്തിയിരുന്നത്. അദ്ദേഹം ആരോടെങ്കിലും കാരുണ്യം കൊണ്ട് അവിടുത്തെ നഴ്സുമാരോടോ അറ്റൻഡർമാരോടോ ഡോക്ടർമാരോടൊക്കെ നോക്കുമ്പോൾ ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. നായ്ക്കൾ നോക്കും പോലെ നോക്കി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു വോയിസ് ക്ലിപ്പ് കേരളത്തിൽ കറങ്ങുന്നുണ്ട്. അത് അദ്ദേഹം അൻവർ സാദത്ത് എന്ന് പറയുന്ന സുഹൃത്തിന് അയച്ച ഒരു വോയിസാണ്. ആ വോയിസിൽ വളരെ കൃത്യമായി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ 2 കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, കേരളത്തിലെ ബഹുജനങ്ങളുടെ അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ള ഒരു മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ അത്താണിയാണ് മെഡിക്കൽ കോളേജ്. ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് പോവുകയും എൻ്റെ ബന്ധുക്കളെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള ആളാണ്. മെഡിക്കൽ കോളേജിൽ വലിയ സൗകര്യങ്ങളുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, വളരെ വലിയ സൗകര്യങ്ങളുണ്ട്. പക്ഷേ പുവർ സർവീസ് ഡെലിവറിയാണ്. അതാണ് അവിടുത്തെ പ്രശ്നം. അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ധാരാളമുണ്ട്, കെട്ടിടങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. പക്ഷേ കിടക്കകളുടെ കുറവ് വളരെ പ്രധാനമാണ്. കാഷ്വാലിറ്റിയിൽ പലപ്പോഴും എൻ്റെ സ്വന്തം അനുഭവം, ഞാൻ ഒരു പ്രാവശ്യം കുറച്ച് വർഷം മുമ്പ് ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഗിഡിങ് പോലെ വന്നു എന്നും കുഴഞ്ഞു വീണായിരുന്നു. അപ്പോൾ തന്നെ ആംബുലൻസ്, എനിക്ക് മറ്റൊന്നും ചെയ്യാല്ല, ഞാൻ വേറെ നാട്ടിൽ വെച്ചാണ്. അപ്പോൾ തന്നെ അവിടുത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവിടെ നിന്ന് ആംബുലൻസ് വന്ന് 108 മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ട്രിപ്പ് അടച്ചപ്പോൾ എന്നെ ഒരിടത്ത് ഇരുത്തി, ബെഡില്ലാത്തതുകൊണ്ട് ഇരുത്തി ട്രിപ്പ് അടയ്ക്കുന്നു. എൻ്റെ വൈഫ് ട്രിപ്പ് കുപ്പി കയ്യിൽ പിടിച്ചിരിക്കുന്നു. എത്ര പരിതാപകരമായ കാര്യമാണ്. ഒരു പേഷ്യൻറ്റിന് ഹാർട്ടിന് പ്രശ്നമുണ്ടാകുമോ എന്നുള്ള, അല്ലെങ്കിൽ കുഴഞ്ഞു വീണ ഒരാളിന് ഹാർട്ട് റേറ്റിൻ്റെ വ്യത്യാസം വന്നതുകൊണ്ടും BP വ്യത്യാസം വന്നതുകൊണ്ടാണ് അവിടെ ചെന്നത്. അപ്പോൾ അവിടെ പരിശോധിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഞാൻ നിന്നുകൊണ്ടാണ് ഞാൻ എന്നെ ട്രിപ്പ് ഇടുന്നത്. എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല, കാരണം അത്രയ്ക്ക് തിരക്കാണ് അവിടെ. പിന്നെ എൻ്റെ വൈഫ് കയ്യിൽ ട്രിപ്പ് കുപ്പി പിടിച്ചിട്ടുമുണ്ട്. ഒരു സ്റ്റാൻഡില്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഓരോ ഡോക്ടർമാരെയും ചെന്ന് കാണുമ്പോൾ നിന്നാണ് സംസാരിക്കുന്നത്. ഇരുന്ന് പോലും നോക്കാനൊരു സംവിധാനമില്ല. അതൊരു പഴയ കഥ. ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ ബന്ധുമായി പോയപ്പോൾ ഒരു കട്ടിലിൽ 2 പേരെ കിടത്തണം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് 2 പേഷ്യൻറ്റിനെ കിടത്തണം. എന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കുക. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളുണ്ട് മെഡിക്കൽ കോളേജ്. ഒന്ന്, തിരക്ക് വളരെ കൂടുതലാണ്, അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. നമ്പർ 2, അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. നമ്പർ 3, ബെഡും മറ്റു കാര്യങ്ങളും കുറവാണ്. നമ്പർ 4, ബാത്റൂമും പിന്നെ ടോയ്ലറ്റും ഒക്കെ വളരെ മോശമാണ്. അതിനേക്കാളൊക്കെ പ്രധാനം ഇതെല്ലാം കൊടുക്കുമ്പോഴും ഒരു സർവീസ് ഡെലിവറി കൊടുക്കുന്ന ഒരു ട്രെയിനിങ് അവിടെ കിട്ടുമോ എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ അതിന് സൊല്യൂഷൻ കൂടെ അവസാനം പറയാം. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ബന്ധുവിനെ ദുബായിൽ വെച്ച് കൈക്കൊരു ആക്സിഡൻറ്റ് പറ്റി അവിടെ കൊണ്ടു ചെന്നപ്പോൾ കൈക്ക് ചെറിയ ഓപ്പറേഷൻ നടത്തണം. അപ്പോൾ ആ ഓപ്പറേഷൻ നടത്താൻ ഡോക്ടർ ഡേറ്റ് തരുന്നില്ല. 2 ദിവസത്തിനകത്ത് ഡേറ്റ് തരുന്നില്ല. അപ്പോൾ നഴ്സ് വന്ന് പറഞ്ഞു, ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടാൽ മാത്രമേ ഡേറ്റ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് കുറച്ചുകൂടി ആദർശവും ആശയവും വിപ്ലവമൊക്കെ മനസ്സിൽ കൊണ്ട് കിടക്കുന്ന കാലമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ്, കുറേ വർഷം മുമ്പുള്ള കഥയാണ്, എന്തിനാണ് ഡോക്ടറെ വീട്ടിൽ പോയി കാണാൻ? അല്ല, നിങ്ങൾ പോയി കണ്ടാൽ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ ഉള്ളൂർ പ്രശാന്ത് നഗറിലുള്ള ഡോക്ടറെ പോയി ഞാൻ കണ്ടപ്പോൾ അന്ന് ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ വില വരും, അന്ന് 5000 രൂപ കൊടുത്താൽ മാത്രമേ ഡോക്ടർ ഓപ്പറേഷന് ഡേറ്റ് തരൂ. ഞാൻ കത്തിരിക്കയും വെണ്ടയ്ക്കയും കൊടുത്ത് പഠിച്ചതല്ല, കാശ് കൊടുത്താണ് പഠിച്ചത്. എനിക്ക് 5000 രൂപ തന്നാലേ നാളെ ഓപ്പറേഷൻ ഡേറ്റ് വെക്കാൻ പറ്റുള്ളൂ പച്ചയ്ക്ക് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. പക്ഷേ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായതുകൊണ്ട് ഞാൻ 5000 രൂപ കൊടുത്തു. വേറെ ന്യായമില്ലല്ലോ. 5000 രൂപ കൊടുത്തിട്ട് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി ഹോസ്പിറ്റലിൽ വന്ന് നഴ്സിനോട് പറഞ്ഞു, നഴ്സേ പൈസ കൊടുത്തിട്ടുണ്ട്, നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ ഡേറ്റ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നഴ്സ് പറഞ്ഞു, അയ്യോ ആ സാറിന് കൊടുത്താൽ പോരാ, മറ്റൊരു സൂപ്രണ്ടിനെ ഞങ്ങൾ കണ്ടില്ലല്ലോ, സൂപ്രണ്ടിനെ കൂടെ കാണുമെന്ന് പറഞ്ഞു. പഴയ കഥയാണ്. അപ്പോൾ ഞാൻ ആകെ തളർന്ന്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ എൻ്റെ ബന്ധുവിനെ എടുത്തുകൊണ്ട് പോകണമെന്ന് തോന്നി. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. പക്ഷേ വളരെ വേദനയോടുകൂടി ഞാൻ ആ സൂപ്രണ്ടിനെ പോയി കണ്ട് പൈസ കൊടുത്തു, ഹെഡ് നഴ്സിന് പൈസ കൊടുത്തു. ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടാണ് ആ ഓപ്പറേഷൻ നടന്നത്. ഇതൊരു കഥയാണ്, ഇതൊരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ഡോക്ടർമാരും അങ്ങനെയല്ല. വളരെ സത്യസന്ധമായി പ്രവർത്തിക്കുന്ന, വളരെ മാന്യമായി പ്രവർത്തിക്കുന്ന, കൈക്കൂലി വാങ്ങിക്കാത്ത നല്ല ഡോക്ടർമാർ ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. പിന്നെ വേറെ വലിയ പ്രശ്നം ട്രോളി തള്ളിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. പലപ്പോഴും ട്രോളി തല്ലാൻ 1 കാല് 2 കാലൊക്കെ ട്രോളിക്ക് കാണുള്ളൂ. അപ്പോൾ ട്രോളി തള്ളിക്കൊണ്ട് പോവുക, ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒത്തിരി ഇൻഫ്രാസ്ട്രക്ചർ വൈസിൻ്റെ ഘടനാപരമായിട്ടുള്ള സ്ട്രക്ചറലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ സന്ദർശിക്കുകയും ഓരോ ഭാഗം ചുമ്മാ പോയി ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ആളെ കൂട്ടി അങ്ങനെ സന്ദർശിക്കലല്ല, ഈച്ച് ആൻഡ് എവരി പോയിന്റ് സന്ദർശിക്കുകയും എന്താണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്നുള്ളത് പഠിക്കുകയും വേണം. 1ാമത്തെ നിർദ്ദേശം. 2ാമത്തെ നിർദ്ദേശം, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതിൽ പാരാമെഡിക്കൽസ് പഠിച്ചിട്ടുള്ളവരുണ്ട്, ഫാർമസി പഠിച്ചിട്ടുള്ളവരുണ്ട്, MSW സൈക്യാട്രി പഠിച്ചിട്ടുള്ളവരുണ്ട്, സൈക്കോളജി പഠിച്ചിട്ടുള്ളവരുണ്ട്, സോഷ്യൽ വർക്ക് പഠിച്ചിട്ടുള്ളവരുണ്ട്. ഈ കുട്ടികളെ, അതുപോലെ സോഷ്യോളജി പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ട്. ഈ കുട്ടികളുടെ SPC പോലെ ഹെൽത്ത് സെക്യൂരിറ്റി പ്രോജക്റ്റ് എന്നോ ഹെൽത്ത് വോളണ്ടിയർ എന്ന് പറഞ്ഞ് കുറച്ച് പേരെ ട്രെയിൻ ചെയ്യണം.
അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അങ്ങനെ ട്രെയിൻ ചെയ്ത് മെഡിക്കൽ കോളേജിൽ അവർക്ക് നല്ല യൂണിഫോമും കൊടുത്ത് അവർക്ക് ആവശ്യമായ ബാഡ്ജും എല്ലാം കൊടുത്ത് മെഡിക്കൽ കോളേജിൽ വരുന്ന ഓരോ രോഗികളെയും, അത് ഒരാളെ രണ്ടാളെ മാത്രം പോരാ, എല്ലാവരെയും ഇൻഡിവിജ്വലായി അറ്റൻഡ് ചെയ്യുന്ന, അവർക്ക് ചികിത്സിച്ച് കൊടുക്കുന്ന ഡോക്ടർ തന്നെയാണ്, നഴ്സ് തന്നെയാണ്. പക്ഷേ അവർക്ക് ആവശ്യമായ ഡയറക്ഷൻ കൊടുക്കാൻ, സമാധാനം കൊടുക്കാൻ, ഒരു സാന്ത്വനം കൊടുക്കാൻ, കൗൺസിലിംഗ് കൊടുക്കാൻ ഒരു പൈസയും കൊടുക്കാതെ ലക്ഷക്കണക്കിന് പേരെ മൊബിലൈസ് ചെയ്യാൻ പറ്റും, ആയിരക്കണക്കിന് പേരെ മൊബിലൈസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായി മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർക്ക് ഇൻറ്റേൺഷിപ്പ് കൊടുക്കുകയും ഹൗസ് സർജന്മാർക്ക് ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായി ഇങ്ങനെയും കൂടി ഒരു പരിപാടി കൊടുക്കുക. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഒരു വർഷക്കാലം കൂടി ഇത്തരത്തിലുള്ള ഒരു സർവീസ് കൂടി, ഒരു കമ്മ്യൂണിറ്റി സർവീസ് കൂടി ചെയ്താൽ മാത്രമേ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ എന്ന് പറയുക, അല്ലെങ്കിൽ അഡീഷണൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കുക. രണ്ട് രീതിയിൽ ആലോചിക്കാം. അത്തരത്തിൽ ഒരു കുറേ മാൻ പവർ അങ്ങോട്ട് കൊണ്ടുപോയി മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം തീരും. കാരണം ആളുകൾ അങ്ങോട്ട് കൊണ്ടുപോകാനും ലാബിൽ കൊണ്ടുപോകാനും തള്ളിക്കൊണ്ടുപോകാനും ഉന്തിക്കൊണ്ടുപോകാനും ഒക്കെ വളരെ വളരെ പ്രയാസമാണ്. അപ്പോൾ അത് കൂലി വേല അല്ല ജയിക്കണമെന്നല്ല ഞാനീ പറഞ്ഞു. പക്ഷേ ഒരു ഹെൽപ്പ് കിട്ടാൻ, അവരെ സഹായിക്കാൻ, ഈ കാര്യങ്ങൾ കൃത്യമായി കൊടുക്കാനുള്ള ഒരു ടീമിനെ കൂടി അവിടെ മൊബിലൈസ് ചെയ്യണം. അടിയന്തരമായി മെഡിക്കൽ കോളേജിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ, എന്താണ് മെഡിക്കൽ കോളേജുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ആലോചിക്കണം. അല്ല, ആദ്യത്തെ ഓപ്പറേഷൻ നടക്കേണ്ടത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നതാണ്. 80 ലക്ഷത്തിലധികം ആളുകൾ ഒരു വർഷം വരുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകളുടെയും ഇടത്തരക്കാരുടെയും ആരോഗ്യത്തിൻ്റെ ആശാ കേന്ദ്രമാണ് അവസാനത്തെ. അത് ഇങ്ങനെ പോയാൽ കഴിയില്ല. ഇതിനെ തകർക്കാനോ മോശപ്പെടുത്താനോ, ഇത്രയും ആളുകൾ വരുന്ന സ്ഥലത്തെ നിരാശപ്പെടുത്താനോ, പാവപ്പെട്ടവർ അങ്ങോട്ട് വരാതെ എല്ലാവരും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെന്നോ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ പ്രൊമോട്ട് ചെയ്യാനോ ഒന്നുമല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യസന്ധമായ ചില കുഴപ്പങ്ങൾ മെഡിക്കൽ കോളേജിലുണ്ട്. ആ കുഴപ്പങ്ങളെ മാറ്റുവാനുള്ള അതിശക്തമായ ശ്രമം എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവണം. അതിന് ലീഡർഷിപ്പ് കൊടുക്കാൻ മന്ത്രിക്ക് കഴിയുമോ, അല്ലെങ്കിൽ സെക്രട്ടറിക്ക് കഴിയുമോ? ഓരോ ആഴ്ചയിലും സെക്രട്ടറി, നമ്മുടെ ഹെൽത്ത് സെക്രട്ടറി ഒരാഴ്ച ഒരു ദിവസമൊക്കെ അവിടെ വിസിറ്റ് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം എന്താ കാര്യം, അദ്ദേഹം സെക്രട്ടറി പോണ വഴിക്ക് ജസ്റ്റ് അവിടെ നിന്ന് കയറിയാൽ മതിയല്ലോ, വേറെ ലോകാത്ഭുതമൊന്നും സംഭവിക്കത്തില്ലോ. അതുപോലെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ക്യാമറ സർവൈലൻസ് സിസ്റ്റം ഇപ്പോൾ കൊണ്ടുവരാൻ പറ്റുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. കംപ്ലീറ്റ് മെഡിക്കൽ കോളേജിൻ്റെ കംപ്ലീറ്റ് ഈച്ച് ആൻഡ് എവരി പോയിൻറ്റും സെൻട്രലൈസ്ഡ് ക്യാമറ സിസ്റ്റത്തിലൂടെ, സർവൈലൻസ് സിസ്റ്റത്തിലൂടെയുള്ള അങ്ങനെ മോണിറ്റർ ചെയ്യുന്ന ഓഫീസ് കൂടി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ തുറക്കണം. അതിൻ്റെ ലിങ്ക് കിട്ടേണ്ടത് മെഡിക്കൽ കോളേജിലെ അങ്ങനത്തെ ഉള്ള ലിങ്ക് കിട്ടേണ്ടത് ഹെൽത്ത് മിനിസ്റ്ററുടെ ഓഫീസിലും ഹെൽത്ത് സെക്രട്ടറിയുടെ ഓഫീസിലും ഡാഷ്ബോർഡിൽ ഇത് കിട്ടണം. നമ്മൾ ഗുജറാത്തിൽ പോയി ഡാഷ്ബോർഡ് പഠിക്കാൻ പോയി. ഇപ്പോൾ ഡാഷ്ബോർഡും ഇല്ല, ഡാഷും ഇല്ലാതെയാണ് നമ്മൾ കിടക്കുന്നത്. കുറേ ആളുകളാണ് ഇവിടുന്ന് ഡാഷ്ബോർഡ് പഠിക്കാൻ അയച്ചത്. വലിയ വിവാദമായതാണ് ഗുജറാത്തിൽ പോയി ഡാഷ്ബോർഡ് പഠിച്ചത്. എവിടെ ഡാഷ് എന്ന് ചോദിച്ചാലും ഇല്ല. ഇത് ആലോചിക്കണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വച്ചാൽ വളരെ സന്തോഷം. മുഖ്യമന്ത്രി ഓഫീസിലേക്ക് പോയില്ലെങ്കിലും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലും ആരോഗ്യ സെക്രട്ടറിയുടെ ഓഫീസിലും വളരെ കൃത്യമായ ഒരു മോണിറ്ററിംഗ് സെല്ല് തുറക്കണം. ഒരു APSന് ഇതിൻ്റെ ചുമതല തന്നെ കൊടുക്കണം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെ ക്യാമറ സിസ്റ്റം വെച്ച് മോണിറ്റർ ചെയ്യാനോ തല്ലാനോ അടിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും അല്ല. പക്ഷെ അവിടെ ഒരു കുഴപ്പം നടന്നാൽ ഇവിടെ അറിയണം. അത്തരത്തിൽ AI കാലമാണ്. വളരെ കൃത്യമായി ഇത് ചെയ്യാൻ പറ്റും. ഈ 2-3 കാര്യങ്ങൾ നടക്കട്ടെ. അങ്ങനെ നമ്മുടെ മെഡിക്കൽ കോളേജുകളെ കാലത്തിനനുസരിച്ച് നമുക്ക് പ്രൊഫഷണലാക്കി മാറ്റിയെടുക്കാം.